ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. സോ ഇന്ന് നമ്മളെ നിഫ്റ്റി ഇന്ന് രാവിലെ പറഞ്ഞ ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യണം. എനിക്കിപ്പോൾ മാർക്കറ്റ് ഇപ്പം 2:45 കഴിഞ്ഞു. ഇനിയിപ്പം ഹാർഡ്ലി ഹാഫ് ആൻ അവർ. സോ ഞാൻ രാവിലെ പറഞ്ഞത് 25,300 ലെവലിൽ ഹോവർ ചെയ്യുന്ന നിഫ്റ്റി ഇപ്പോൾ ചെയ്യുന്നത് 25,278. സോ ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെ ചെന്നത്. ഇന്ന് മാർക്കറ്റ് എൻ്റെ അഭിപ്രായത്തിൽ പറയാ വെച്ചാൽ മാർക്കറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇന്നത്തെ ഒരു മാർക്കറ്റ് നോക്കുക വെച്ചാൽ മാർക്കറ്റിൽ വലിയ മൂവേ ചെയ്തിട്ടില്ല. സോ ഞാൻ പറഞ്ഞൊരു സ്റ്റോക്ക് നിങ്ങൾ എൻ്റെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. അഡാനി പോർട്ട് ഞാൻ പറഞ്ഞ പ്രൈസ് ഓൾമോസ്റ്റ് 1452 അടുത്തായിരുന്നു. ഇപ്പോൾ അത് 1501 വന്നിട്ടുണ്ട് ആ പ്രൈസ്. അപ്പോൾ ഇനി അത് 1500 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ. 1500 അതിൻ്റെ പ്രൈസ് വളരെ കുറഞ്ഞ പ്രൈസായി. അതിന് കൂടുതൽ ചെയ്യണത്. സോ അഡാനി പോർട്ട് എൻ്റെ ഇന്നലത്തെ വീഡിയോകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ അഡാനി പോർട്ടിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഭാരതി എയർടെൽ അഗെയിൻ ഞാൻ രാവിലെ പറഞ്ഞിരുന്നു, ഭാരതി എയർടെൽ ഒരു കറക്ഷനായി ഇപ്പോൾ ഉള്ളത്. ഭാരതി എയർടെൽ വിൽ ഡു ബെറ്റർ ഇൻ ദ കമ്മിങ് ഡേയ്സ്. കാരണം അതിന് പല റീസൺസ് ഉണ്ട്. ഭാരതി എയർടെലിൻ്റെ പല റീസൺസ് ഉണ്ട് ഞാൻ പറയുന്നത്. അത് ഞാൻ ഇപ്പോൾ പറയാം. എന്താ കാരണം വെച്ചാൽ വലിയ റീസൺ എന്ന് വെച്ചാൽ ഈ ഭാരതിയും ആപ്പിളുമായിട്ട് ഒരു മ്യൂസിക് കണ്ടന്റിൽ ഷെയർ ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ ഭാരതി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഭാരതിൻ്റെ എയർടെൽ കസ്റ്റമേഴ്സ് ഓൾമോസ്റ്റ് അവർക്ക് പോസ്റ്റ് പെയ്ഡ് കസ്റ്റമേഴ്സ് അവർ പറയുന്നത് 7 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നാണ് ഭാരതി പറയുന്നത്. സോ ആപ്പിൾ മ്യൂസിക് ഇനി എന്താ ആകുമ്പോൾ വെച്ചാൽ ഈ എയർടെലിൻ്റെ ഒരു വിങ്ക് മ്യൂസിക് ആപ്പ് എന്ന് പറഞ്ഞിട്ട് അതുണ്ട്. അത് ഇവർ ക്ലോസ് ചെയ്തിട്ട് ആപ്പിൾ മ്യൂസിക് ഭാരതീൻ്റെ ഡയറക്റ്റായിട്ട് ഇവരെ പ്രീമിയം യൂസേഴ്സിന് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. സോ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന സ്വതവേ ആപ്പിൾ മ്യൂസിക്കെല്ലാം നമുക്കറിയാം അത് ഇംഗ്ലീഷ് മ്യൂസിക്കാണ്, അതായത് നമ്മുടെ നാട്ടിൽ കേൾക്കുക എന്നല്ല. പക്ഷേ ഈ ആപ്പിൾ ഇനിയിപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു ഇന്ത്യൻ മാർക്കറ്റിനുള്ള മ്യൂസിക്കാണ് അതിനകത്ത് കണ്ടന്റ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സോ അത് അവരെ ആപ്പിൾ TV അത് ഇംഗ്ലീഷിലാണ്, അത് ഇനിയിപ്പോൾ ഇന്ത്യൻ കണ്ടന്റാണ് അതിൻ്റെ അകത്ത് കൂടുതലുണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഭാരതി എയർടെലായിട്ട് ടൈപ്പ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭാരതിക്ക് നല്ലൊരു എയർടെലിന് എനിക്ക് തോന്നുന്ന ഒരു ലോങ് ടേമിൽ ഭാരതി ഇനിയും ചെയ്യാനാണ് സാധ്യത. പക്ഷെ നിങ്ങൾക്കറിയില്ല, ഒരു സ്പോട്ടിഫൈ എന്ന് പറഞ്ഞൊരു സ്വീഡനാന്ന് തോന്നുന്നു ആ കമ്പനി. അതിന് 3 മില്യൺ പെയ്ഡ് യൂസേഴ്സ് ഉള്ളൊരു കമ്പനിയാണ് ഇന്ത്യയിൽ തന്നെ. അതാണ് ഈ നമ്പർ 1 ഇപ്പം ഈ സ്പോട്ടിഫൈ. പിന്നെ വരുന്ന ഒരു ഗാന എന്ന് പറഞ്ഞൊരു കമ്പനി, അതിന് 1.4 മില്യൺ യൂസേഴ്സ് ഉണ്ട്. വൈക്കിന് ഏകദേശം 500,000 ആണ് കാണുന്നത്. ആപ്പിൾ മ്യൂസിക്കിന് 200,000 ആണ്. അപ്പോൾ ഈ ഏകദേശം 7.5 മില്യൺ ആൾക്കാർ ഈ സ്ട്രീമിംഗ് വീഡിയോസ് പെയ്ഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. 185 മില്യൺ വിത്ത് ആഡ് സപ്പോർട്ടഡ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് ഇന്ത്യയിലെ കണക്ക് പ്രകാരം. പിന്നെ ഇനിയിപ്പം ഈ ഡിസ്നിയും റിലയൻസും ഉള്ള ഒരു ടൈപ്പ് വന്ന സ്ഥിതിക്ക് അവർ മോസ്റ്റ്ലി ക്രിക്കറ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവരും ഹിന്ദി കണ്ടന്റാണ് കൂടുതലായിട്ട് ബോളിവുഡ് ആക്ടേഴ്സിന് വെച്ച് കാണുന്നത്. ഹിന്ദി കണ്ടന്റാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ ഈ ഇവർ നെറ്റ്ഫ്ലിക്സ് പറയുന്നവർക്ക് ഏകദേശം 100 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ നെറ്റ്ഫ്ലിക്സിന് അവർ ഹിന്ദിയിൽ കണ്ടന്റ് ഉണ്ടാക്കും, ബോളിവുഡ് കണ്ടന്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ നെറ്റ്ഫ്ലിക്സിലുള്ള ആൾക്കാർ എൻ്റെ അഭിപ്രായത്തിൽ കാണുന്നത് ഹിന്ദി ബോളിവുഡ് ആക്ടേഴ്സിനെ കാണാനോ അല്ലെങ്കിൽ ഹിന്ദി കണ്ടന്റ് കാണാൻ പറ്റും. കാരണം ദർ ആർ ലോട്ട് ഓഫ് അതർ ചാനൽ ഷോയിങ് ഹിന്ദി കണ്ടന്റ്. സോ അവരെ ക്വാളിറ്റി കണ്ടന്റ് എന്ന് നമുക്കറിയാം, കാണുന്ന കുട്ടിക്കെല്ലാം അറിയാലോ. അപ്പം നമ്മൾ മെയിൻലി നെറ്റ്ഫ്ലിക്സ് കാണുന്നത് ഇംഗ്ലീഷ് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് കാണുന്നത്, ഇന്ത്യയിലുള്ള ആൾക്കാരും എസ്പെഷ്യലി ഇപ്പോൾ ഈ നെറ്റ്ഫ്ലിക്സിൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ. സോ അതായത് എനിക്ക് നെറ്റ്ഫ്ലിക്സ് ഹിന്ദിയിലും ഈ ബോളിവുഡിലെല്ലാം വരുന്നതിൽ എനിക്ക് അതിനോട് വലിയൊരു അഭിപ്രായം ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. എനിവേ നമുക്കത് അതവരെ ഇഷ്ടം. സോ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് നോക്കുക വെച്ചാൽ ഇന്നത്തെ മാർക്കറ്റിൽ നന്നായി ചെയ്ത സ്റ്റോക്കുകൾ ഈ ബജാജ് ട്വിൻസിനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ SCL ടെക്, ITC, ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇതൊക്കെ ഹൈ ടോപ്പിലാണ് കാണുന്നത്. വേറെ നന്നായി ചെയ്ത് ഈ ഗുജറാത്ത് ഗ്യാസ് നന്നായി ചെയ്തിട്ടുണ്ട്. ഗുജറാത്ത് ഗ്യാസാണ് ഇന്ന് നന്നായി ചെയ്തിട്ടുണ്ട്. ഗുജറാത്ത് ഗ്യാസും പിന്നെ അതിൻ്റെ തന്നെ വേറൊരു കമ്പനി അഡാനി പവർ ഇതൊക്കെ ഇന്ന് ചെയ്തിട്ടുണ്ട്. അഡാനി ഗ്രീൻ എനർജി, ഇന്ന് അഡാനിൻ്റെ ഗ്രീൻ എനർജി പവർ സ്റ്റോക്സ് ഒക്കെ നന്നായി ചെയ്ത് കാണുന്നുണ്ട്.
അതുപോലെ GSPL നന്നായി ചേരുന്നുണ്ട്. 462 ആണ്. ഗുജറാത്ത് ഗ്യാസിന് 672. ഇനി അത് പോവാം, അത് ഗവൺമെൻറ് കമ്പനി ആണ്. സോ ഇതാണ് ഞാൻ കണ്ടത് ഇന്നത്തെ മാർക്കറ്റിൽ കൂടുതലായി ചെയ്തത്. പിന്നെ എനിക്ക് പറയാനുള്ള ഇന്നത്തെ വലിയൊരു പ്രശ്നം മാർക്കറ്റിൽ കണ്ടതെന്ന് വെച്ചാൽ ഈ ഓട്ടോ സെയിൽസ് ഡാറ്റാസ് വളരെ മോശമായിട്ട് അത്ര വലിയൊരു എൻകറേജിങ് അല്ല. കാരണം എന്ന് വെച്ചാൽ ഇവരെ ഈ ടാറ്റ മോട്ടോഴ്സ് മഹീന്ദ്ര എന്ന് ചെയ്യുന്നില്ല. കാരണം ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒക്കെ നമ്പേഴ്സ് അവരെ ഇത്ര വിറ്റിട്ടില്ല എന്ന് അവർ പറയുന്നത്. അവരുടെ നമ്പേഴ്സ് സെയിൽ കുറവാന്ന് പറയുന്നത്. ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന ഫെസ്റ്റിവൽ സീസണിൽ അവർ വെക്കുമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഞാനെന്താ പറയുക വെച്ചാൽ ഇന്ത്യയിൽ ആൾക്കാർ നൗ ബിക്കം റിച്ചറായി വരികയാണ്. അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ പൈസ ഉണ്ടാകുന്ന സമയത്ത് ബൈ കാർ, വെൻ ദേ മോർ മണി ദേ ബൈ 2 cars. സോ അങ്ങനെയാണ് ഈ മറ്റുള്ള അഡ്വാൻസ് ഡെവലപ്പിംഗ് കൺട്രിയിൽ കണ്ടുവരുന്നത്. ഈ ചൈനയിൽ എങ്ങനെയാണ് ഉണ്ടായെന്ന് വെച്ചാൽ ചൈനയിൽ 2001-നും 2003-നും ഇടയിൽ അവർ ഓട്ടോമൊബൈൽ സെയിൽ അവർ ഡബിൾ ചെയ്യുന്നവർ. So they are going to keep doubling every year. So ചൈനീസിൻ്റെ പോപ്പുലേഷൻ റിച്ചറായിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നു. സോ അതുപോലെ തന്നെ ഇന്ത്യ, ചൈന, ഈസ്റ്റേൺ യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക ഇതൊക്കെ ഒരു ടൈപ്പുള്ള ഒരു എക്കണോമിയാണ്. അവിടെയെല്ലാം ഈ പുവർ പീപ്പിൾ വെൻ ദേ ബിക്കം റിച്ച് അറ്റ്ലീസ്റ്റ് ദേ വാണ്ട് ടു ഷോ ടു റിച്ച് മാൻ ദാറ്റ് ഐ ആം ഓൾസോ ഹാവിങ് എ കാർ എന്നുള്ളതിൽ ഫസ്റ്റ് വാങ്ങുക, അങ്ങനെയാണ് കാർ വാങ്ങുക. പിന്നെ ദേ വിൽ ഗോ ഫോർ എ ബിഗർ കാർ. സോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ എക്സോർബിറ്റൻറ്റ് കോസ്റ്റ് ഓഫ് ഓയിൽ പ്രൈസ് കൊണ്ടുവരികയാണ്. ഓയിൽ പ്രൈസ് കൂടി വരുന്ന മാത്രമല്ല, ഈ ഓയിൽ പ്രൈസ് എന്ന് വെച്ചാൽ ഈ ഒരു ഒപ്പെക്കിൻ്റെ ഡിക്റ്റേറ്റർഷിപ്പാണ്, മൊണപ്പൊളിയാണ്. ഈ ഒപ്പെക്ക് കൺട്രോൾ ചെയ്യുന്ന തന്നെ സൗദി അറേബ്യ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഗവൺമെൻറ് പറയുന്നത് കൺസർവേഷൻ ഓയിൽ ചെയ്യണം എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ, പക്ഷേ ദാറ്റ് നെവർ വർക്ക്സ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പണ്ട് കാലത്ത് പറഞ്ഞല്ലോ, വിശക്കുന്ന സമയത്ത് ഭക്ഷണം കുറച്ച് കഴിക്കുക എന്ന് പറയുന്നതിൽ അർത്ഥം അതുപോലെയാണ് ഈ കൺസർവേഷൻ എന്ന് പറയുന്നത്. നൗ വി നീഡ് എ സബ്സ്റ്റിറ്റ്യൂഷൻ വർക്ക്സ്, വി നീഡ് ആൻ ആൾട്ടർനേറ്റീവ് ഫ്യൂൽ. ദ വേൾഡ് ഹാസ് സ്വിച്ച് ടു എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്യൂൽ. അതിനാണ് ഇന്നലെ ഗവൺമെൻറ് ഈ എത്തനോളിനെ കുറിച്ചിട്ട് ഗവൺമെൻറ് ഈ ഷുഗർ കെയിൻ കമ്പനീസിനൊക്കെ പെർമിഷൻ കൊടുത്ത് എത്തനോൾ ഉണ്ടാക്കാൻ. കാരണം നിങ്ങൾ നോക്കുക, ഒപ്പെക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 40% ഓഫ് ലോകത്തിലെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒപ്പെക് കൺട്രീസാണ്. അത് ഒരു 2005 കണക്ക് ഡാറ്റ എൻ്റെ ഇടയ്ക്കുള്ളൂ. 2005 ഡാറ്റ വെച്ചിട്ട് ഞാൻ പറയുന്നത്. അതിൽ ഇപ്പോൾ അതിലൊത്തിരി കൂടുതലായിരിക്കും, പക്ഷേ 2005 ഡാറ്റയിൽ വെച്ചിട്ട് ഞാൻ പറയുന്നത് അതിൽ 24 മില്യൺ ബാരൽസ് ഒരു ഒപ്പെക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. 24 മില്യൺ ബാരൽസ് പെർ ഡേ. അപ്പോൾ അതിൽ തന്നെ സൗദി മാത്രം എക്സ്പോർട്ട് ചെയ്യുന്ന 9.1 മില്യൺ ബാരൽസ് പെർ ഡേ ആണ്. അപ്പം ഈ 9.1 മില്യൺസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഒപ്പെക് കൺട്രീസിലൊക്കെ ബാക്കി അത്രയും അവർ എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ സൗദി അറേബ്യൻ്റെ ആ പ്രൈസിങ് പവർ എത്രയാണ്. അവർ പറയുന്ന പോലെ ഓയിൽ പ്രൈസ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. സോ ഇത് ആക്ച്വലി സൗദി അറേബ്യ ഡിക്റ്റേറ്റ് ദ ഓയിൽ പ്രൈസ്. നമ്മൾ ഇവിടുന്ന് കാറ് വാങ്ങിച്ച് പെട്രോളിൽ അടിക്കുക എന്ന് വെച്ചാൽ ഈ പൈസ മുഴുവൻ സൗദി അറേബ്യൻ്റെ ട്രഷറിയിലാണ് പോകുന്നത്, നമ്മൾ പേ ചെയ്യുന്നത്. ആക്ച്വലി പറയാന്ന് വെച്ചാൽ നമ്മൾക്ക് ഇന്ത്യ ഈസ് നെറ്റ് ഇമ്പോർട്ടർ ഓഫ് ഓയിലാണല്ലോ. എനിക്കറിയില്ല ഇവിടെ ഓയിൽ ഇല്ല എന്നുള്ള കാര്യം. സോ നമ്മൾ ഓയിൽ മെയിൻലി വാങ്ങുന്നത് റഷ്യയിൽ നിന്ന്, ഐ മീൻ ദാറ്റ് സൗദി അറേബ്യ, ഇറാൻ ഇതുപോലുള്ള കൺട്രികളാണ്. അപ്പോൾ ഇറാനും റഷ്യയും സൗദി അറേബ്യയ്ക്ക് എന്താ ചെയ്യുന്നത് ലോകത്തിലെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇറാൻ എന്ന് വെച്ചാൽ ഈ ഓയിലിൻ്റെ പൈസനെ കൊണ്ട് ഹെസ്ബുള്ള ചെയ്യുന്നതും മുല്ലാസ് ബോംബ് ഉണ്ടാക്കുന്നതും അറ്റോമിക് ബോംബ് ഉണ്ടാക്കി ഡിസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. സൗദി അറേബ്യയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയും. സെപ്റ്റംബർ 11 ആരായിരുന്നു ഇതിൽ ആക്ട് ചെയ്തതെന്ന്. വേൾഡ് മുഴുവൻ മദ്രസ ഉണ്ടാക്കുന്നതും ഇതൊക്കെ ഇവരാ ചെയ്യുന്നത് ഈ പൈസ ഓയിൽ മണി കൊണ്ട്. റഷ്യ എന്താ ചെയ്യുന്നത് വെച്ചാൽ യുക്രൈനിൽ വാർ ഉണ്ടാക്കുന്നു. ആൻഡ് ദേ സെൽ ദ ആംസ് ഓൾസോ. സോ ഇതൊക്കെ നമ്മുടെ ഓയിൽ ഉണ്ടാക്കുന്ന പൈസനെ കൊണ്ട് തന്നെ ഇവർ ചെയ്യുന്നത്. സോ ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ്. ചൈനയും ഇന്ത്യയൊക്കെ ഇനി ലോകത്തിൽ അമേരിക്കനെക്കാട്ടും കൂടുതൽ ഓയിൽ വാങ്ങിക്കുന്നതാണ് ഇവരെ പ്രഡിക്ഷൻ പ്രകാരം. സോ ഇവർക്കിപ്പോൾ സൗദി അറേബ്യക്ക് നോക്കുക വെച്ചാൽ ഈസ് എൻ ഓൺ ഗോയിങ് മിസ്കണ്ടക്ട്. ഈ അവർ ഓയിൽ പ്രൈസ് ഫിക്സിങ് എന്തുകൊണ്ട് അവർ ഫ്രീ ട്രേഡ് ചെയ്യുന്നില്ല ഓയിൽ, എന്തുകൊണ്ട് പ്രൈസ് ഫിക്സ് ചെയ്യുന്നു, എന്തുകൊണ്ട് അതാണ് അവർ ഒപ്പെക് കൺട്രീസ് എന്തുകൊണ്ട് പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. ഇതെന്തുകൊണ്ട് അമേരിക്ക ഇതിനെതിരെ ശബ്ദിക്കുന്നില്ല, എന്തുകൊണ്ട് അമേരിക്ക മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ ഫ്രീ ട്രേഡിനെ കുറിച്ചിട്ട് പറയുന്നു. ഈ സംഗതിയിൽ അമേരിക്ക ഒന്നും മിണ്ടുന്നില്ലല്ലോ. കാരണം എന്താ, അമേരിക്കക്ക് വേണമെങ്കിൽ ഇവർക്ക് സൗദി അറേബ്യയോട് പറയുക, നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഓയിലും സർട്ടൺ പ്രൈസിൽ ഞങ്ങൾ ബൈ ചെയ്യും, യു വിൽ ബൈ ഫ്രം യു.
ആൻഡ് അമേരിക്ക ക്യാൻ സി ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗവൺമെൻറ് പറയുന്നത് ഞാൻ $10 ഒരു ബാരൽ വെച്ച് നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നു ആൻഡ് യു ഹാവ് ടു ആക്സെപ്റ്റ് അവർ ടേംസ് ആൻഡ് കണ്ടീഷൻ അല്ലെങ്കിൽ യൂസ് ഇറ്റ് ഓൺ ഓയിൽ വിൽ നോട്ട് ബൈ ദ ഓയിൽ ഫ്രം യു. അങ്ങനെയുള്ള എല്ലാ കൺട്രീസും തീരുമാനിക്കുക നമ്മൾ നിങ്ങളുടെ അടുത്ത് ഓയിൽ വാങ്ങിക്കില്ല തീരുമാനിക്കുക. അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിച്ചാൽ വിനിയുടെ റീപ്ലേസ്മെന്റ് ഫ്യൂലിനോ അതിന് റീപ്ലേസ്മെന്റ് ഫ്യൂൽ ആദ്യം കണ്ടുപിടിക്കണം. എന്നാലും മാത്രമേ അതിനിപ്പോൾ ഈ ബാറ്ററി അല്ലെങ്കിൽ എത്തനോൾ ഇതുപോലത്തുള്ള റീപ്ലേസ്മെന്റ് ഫ്യൂൽ വേണം. Then you can dictate Saudi Arabia that we are not going to buy oil from you. You supply $10. അപ്പോൾ ഇവർ ആരും വാങ്ങിച്ചില്ല. ഇവർ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഓയിൽ എന്ത് ചെയ്യും? They had to sell it, സോ അപ്പോൾ അമേരിക്ക ഇവരുടെ $10 വാങ്ങിച്ചിട്ട് മാർക്കറ്റ് പ്രൈസിൽ ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുന്ന അവർ $20, $30, $40 വിറ്റിട്ടുണ്ടെങ്കിൽ സോ നമ്മളെ പോലെ ഇന്ത്യയിലെ കൺട്രിയിലെ ട്രഷറികളിൽ എത്ര പൈസ ഉണ്ടാവും? ഇന്ത്യ രാജ്യത്തിന് എത്ര ഡെവലപ്പ് ചെയ്യാൻ പറ്റും ആ പൈസനെ കൊണ്ട്? സോ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ എസബുള്ളാൻ്റെ കയ്യിലൊക്കെ നമ്മളെ പൈസ പോയിട്ട് അവരെന്താ ചെയ്യുന്ന കാര്യം ലോകത്തിൽ നിന്ന് അറിയുന്ന കാര്യമാണ്. സോ അതുപോലെ തന്നെ ഈ സൗദി അറേബ്യ എന്താ ചെയ്ത കാര്യം സെപ്റ്റംബർ 11 19 ആളിൽ 15 ആൾ സൗദി റെസിഡൻസ് ആയിരുന്നുള്ള കാര്യം പിന്നെ അറിഞ്ഞിട്ടില്ല. സോ ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ദേ ഡിക്റ്റേറ്റ് ദ ഓയിൽ പ്രൈസ്, കാർട്ടൈൽ ഫാമിംഗ്. സോ അമേരിക്ക ഇങ്ങനെ എന്തോ ചെയ്യാത്തെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട്. സോ അതാണ്. അല്ലെങ്കിൽ സൗദിക്ക് ഇപ്പം $10 ഓയിൽ വിറ്റാലും സൗദിക്ക് പ്രോഫിറ്റബിലിറ്റി ആണ്. കാരണം വെച്ചാൽ സൗദിക്ക് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ആ സൗദി മിനിസ്റ്റർ എന്ന് പറയുന്ന $1 $1.5 ആവശ്യമുള്ളൂ എന്ന് പറയുന്നത്. അത്രയും അവർക്ക് എല്ലാ കോസ്റ്റും കഴിഞ്ഞിട്ട് അത്രയും ആവശ്യമുള്ളൂ. പക്ഷേ $10 വിറ്റാൽ അവർക്ക് ലാഭമാണ്. പക്ഷേ $10 വിൽക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ദേ ഹാവ് ടു ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ. ഇപ്പോൾ എന്താ വെച്ചാൽ അവർ പ്രൊഡക്ഷൻ കൂട്ടുന്നില്ല, പ്രൊഡക്ഷൻ കുറയ്ക്കുകയാണ്. പ്രൊഡക്ഷൻ കുറക്കുന്ന സമയത്ത് പ്രൈസ് ജാക്കപ്പ് ചെയ്യുക. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിവേ നമ്മളെ സംബന്ധിച്ചോളം ഇത് എൻ്റെ ഒരു വ്യൂ പറഞ്ഞാണ്. മേ ബി നിങ്ങളെ വ്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യ മറ്റുള്ള പല ഡെവലപ്പിംഗ് കൺട്രീസിലും ദേ ക്യാൻ കീപ് മണി ഇൻ ദ ട്രഷറി. സോ അതാണ് ഇങ്ങനെയുള്ള ഒപെക് കൺട്രീസിലുള്ള ഒരു വലിയൊരു പ്രോബ്ലമായിട്ട് ഞാൻ കാണുന്നത്. എനിവേ ഞാനത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ മൈ വ്യൂസ് ഓൺലി. സോ ഞാനിത് വേറെ മാർക്കറ്റിൽ കണ്ട് HDFC ബാങ്ക് ഇന്നലെ പറഞ്ഞ അതേ റേഞ്ച് 1600-1640 റേഞ്ചിൽ ചെയ്യുന്നുണ്ട് HDFC ബാങ്ക്. സോ ഇന്നിപ്പോൾ ഞാൻ മാർക്കറ്റിലൊന്നും ചെയ്തായിട്ട് കാണുന്നില്ല. ഈ ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോളായിട്ട് HDFC ബാങ്ക്, ബജാജ് ഫൈനാൻസ്, റിലയൻസ് ഓൾസോ ഞാൻ ഇന്നലെ പറഞ്ഞ പോലത്തെ റേഞ്ചിലായിരുന്നു. റിലയൻസ് പോയത് വെച്ചാൽ ഓൾമോസ്റ്റ് ഇറ്റ് പോയില്ല. റിലയൻസ് മാക്സിമം പോയത് വെച്ചാൽ 30-50 വരെ പോയി. 30-50 again it has come to 30-25. ആ റേഞ്ചിൽ തന്നെ ചെയ്യുന്നത് റിലയൻസ്. AGM കഴിഞ്ഞിട്ട് എല്ലാവരും എക്സ്പെക്ട് ചെയ്ത പോലെ റിലയൻസ് 3600 രൂപയൊന്നും പോകുന്നതിന് ഞാൻ അങ്ങനെ ഇപ്പോൾ റിലയൻസിൻ്റെ AGM കഴിഞ്ഞിട്ട് 2-3 കൊല്ലം AGM കഴിഞ്ഞിട്ട് വാച്ച് ചെയ്യുന്നത് ഇവരെ ന്യൂസും എല്ലാം. പക്ഷേ റിലയൻസ് AGM കഴിഞ്ഞിട്ട് മൂവ് ചെയ്യില്ലേ സാർ. അതൊരു നോൺ ഇവന്റ് ആയിരുന്നു റിലയൻസിന് ഞാൻ സാധാരണ കാണുന്നതാണ്. ഇതൊക്കെയാണ് എനിക്കിത് പറയാനുള്ളത്. ഓട്ടോ സെയിൽസ് ഇനിയിപ്പം നമുക്ക് ഇനി വരാൻ പോകുന്ന ഓണം ഇങ്ങനെയുള്ള എന്താ പറയുക ഈ ദസറ ഇതൊക്കെ വരാൻ പോകുന്നുള്ളൂ. ആ സമയത്തൊക്കെ ദുർഗാപൂജ ഇങ്ങനെയൊക്കെ ഇനി അടുത്ത മാസങ്ങളിൽ വരാൻ പോകുന്നത്. ആ സമയത്താണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ആൾക്കാർ കാറ് വാങ്ങുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഓണത്തിന് ആൾക്കാർ കാറ് വാങ്ങുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ കേരളത്തിൽ. സോ എനിവേ ഇന്നത്തെ മാർക്കറ്റ് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. സോ ഞാൻ പറഞ്ഞ പോലെ അഡാനി പോർട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 1503 ഞാൻ കാണുന്ന പ്രൈസ് ഇതിലും വലിയ പ്രൈസ് അഡാനി പോർട്ട് കാണുന്നത്. സോ ഐ ഹോപ്പ് യു ഓൾ ബോട്ട് അഡാനി പോർട്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ അഡാനി പോർട്ട് ഇതെൻ്റെ ഒരു റെക്കമെൻഡേഷൻ ഒന്നല്ല, എൻ്റെ വ്യൂ പറഞ്ഞേ ഉള്ളൂ. നിങ്ങളെ ഫൈനാൻഷ്യൽ കൺസൾട്ടൻറ്റ് ചോദിച്ച് ചെയ്താൽ മതി. ഇറ്റ്സ് നോട്ട് എ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ. പക്ഷേ ഐ തിങ്ക് അഡാനി പോർട്ട് ഈസ് എ വെരി ഗുഡ് കമ്പനി. So thank you. Have a nice day. Please do subscribe my channel so that I can give you. It is a motivation for me to give you new content every day.